ഇന്നലെ മുതലല്ല മിനിയാന്ന് മുതൽ തന്നെ രക്ഷാപ്രവർത്തകർ ഇവിടെയാണ്. ഈ ഭാഗത്തായി കൂടുതൽ മൃതദേഹങ്ങൾ ഇന്നലെ ഇവിടെ പിന്നെ മിനിയാന്ന് 23 മൃതദേഹം ഇവിടുന്ന് മാത്രം കിട്ടി. ഇന്നലെ ഏകദേശം 16ഓളം മൃതദേഹം ഇവിടുന്ന് കിട്ടി. അത് ഒന്ന് ആ പുഴ ഒരു തോടും കൂടി ചേരുന്ന ഭാഗമാണ്. അപ്പോൾ ബ്ലോക്കായിട്ട് ഒന്നായിട്ടും ഇങ്ങോട്ട് കയറിയിട്ട് കറങ്ങിയിട്ട് അടിക്കുകയാണ്. അതിലിപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നല്ലോ, മെഷീനറീസിൻ്റെ പ്രശ്നങ്ങളാണ് ഇവിടെ വന്നിരുന്നത്. കാരണം ഇവിടെ കട്ടർ മെഷീനും കാര്യങ്ങളുമാണ് ഇവിടെ വേണ്ടത്. JCB ഇറ്റാച്ചി കാര്യങ്ങളാണ് വേണ്ടത്. രക്ഷാപ്രവർത്തകർ ഇന്നലെയൊക്കെ പൂർണ്ണമായിട്ടും ഫസ്റ്റിൽ കുറച്ച് തുറന്നു വിട്ടില്ലായിരുന്നു, പിന്നീട് വിട്ട് അവരൊക്കെ പൂർണ്ണമായിട്ടും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ കൂടുതൽ ഇവിടെ സജീവമാക്കാൻ കഴിഞ്ഞ്. അപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒഴുകി പോകുന്ന സ്ഥലങ്ങളുള്ളൂ, വീടിൻ്റെ ഉള്ളിലും കാര്യങ്ങളും കഴിഞ്ഞ് പോകുന്നത്. ഇവിടെ അതല്ല. ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ചളി മാത്രം ഏകദേശം ഒരാളെ അരൻ്റെ മുകളിൽ ഏകദേശം കയറ്റട്ടുണ്ട്. അതിൻ്റെ പുറമെയാണ് ഈ മരങ്ങളും കാര്യങ്ങളും ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറിയപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലും കാണുമ്പോൾ നമ്മൾ ഈ ടോപ്പ് ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ആഘാതം അതിന് മാത്രമാണ്. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വളരെ ഉയരത്തിലാണ് ഈ മരങ്ങൾ. അതിലും ചളി, പകുതിയോളം ചളിക്ക് മുകളിലാണ്. ഈ വില്ലേജ് ഓഫീസൊക്കെ പകുതിയോളം ചളിയിൽ പൂണ്ട് കിടക്കുകയാണ്. അതിനും മുകളിലായാണ് ഈ മരങ്ങൾ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത് എന്നുള്ളതാണ്. ആ വീടിൻ്റെ ടോപ്പാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മേലെ കൂടെ ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാമെന്ന് തോന്നുന്നു. ആ മുകൾ ഭാഗത്ത്, ആ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ആ അത്രയും ചളിയിൽ പൂണ്ട് കിടക്കുക. അത് തന്നെയാണ് രക്ഷാപ്രവർത്തകർ നമ്മളോട് പറഞ്ഞ സാഹചര്യം. അത്തരത്തിൽ ഈ ചളി നമ്മുടെ അരയോളം തന്നെ ഇവിടെ പൂണ്ടുപോകുന്ന ആഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം. അതിനും മുകളിലായി മരങ്ങൾ അടിഞ്ഞു കിടക്കുന്നു. അതിനു മുകളിൽ, വീടിന് മുകളിൽ വരെ, വീടിന്റെ മുകൾ ഭാഗം വരെ പൂണ്ട് കിടക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. ആ മുകൾ ഭാഗത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ള യന്ത്ര സാമഗ്രികളൊക്കെ ആദ്യം ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, ഇല്ല? ഇപ്പോൾ കൂടുതൽ കിട്ടി. എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്? ഇന്നലെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ പിന്നെ മിലിറ്ററിൻ്റെ പൂർണ്ണമായിട്ടും ഇന്ന് ഇവിടെയാണെന്നുള്ള പറഞ്ഞ ക്യാമ്പ്. ഇങ്ങോട്ടിപ്പോൾ മാറിയിട്ട് ഇപ്പോൾ അവിടെ ഓഫ് റോഡ് കാര്യങ്ങൾ, വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഒരു ഇങ്ങോട്ട് പോരാളൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പൂർണ്ണമായിട്ടും മിലിറ്ററിൻ്റെ ക്യാമ്പ് ഇവിടെയാണ്. അപ്പോൾ മൊത്തം ബാക്കിയുള്ള എക്യുപ്മെൻസും കാര്യങ്ങളും എത്തിക്കഴിഞ്ഞാൽ JCB ഇറ്റാച്ചിയും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതൽ അലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞതിനുള്ള കാര്യങ്ങൾ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൈകാര്യം ചെയ്തു എന്നുള്ളത് സന്തോഷമുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്താൽ മതി. അപ്പോൾ ഈ എങ്ങനെയാണ് ഇന്നത്തെ തെരച്ചിൽ? കട്ടറൊക്കെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഈ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിക്കൊണ്ട്, പിന്നെ ഇവിടെ ഈ ഏരിയയിലോട്ട് മുറിച്ച് മാറ്റാത്തത്, മരങ്ങൾ ഈ ഏരിയയിലാണ് മുറിച്ച് മാറ്റാത്തത്. ആ പുഴയുടെ തീരത്തൊക്കെ ഒരുപാട് ഞങ്ങൾ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ആ ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ ഇറ്റാച്ചിയുടെ സഹായത്തോടെ ഇറ്റാച്ചി പൊന്തിച്ച് വന്നിട്ട് ഞങ്ങൾ വുഡ് കട്ടർ അടിച്ചുകൊണ്ട് കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് ഞങ്ങൾ പീസാക്കിയിട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. റിസ്ക്കാണ്, വളരെ റിസ്ക്കാണ്. കാരണം ചളി തന്നെ ഞങ്ങൾ അരക്കോളം ചളിയിലായിരിക്കും ചിലപ്പോൾ പോകുന്നത്. ഞങ്ങൾ എന്താ വെച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മരങ്ങൾ വെച്ചിട്ട് പാത്തി പോലെ വെച്ചിട്ട് അതിന്മേൽ നിന്നിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനാണ് ഞങ്ങൾ കയർ, റോപ്പ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത്, റോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ അങ്ങനത്തെ ഈ ചളി ഏരിയത്തിൽ പോകുമ്പോൾ ഞങ്ങൾ അരക്ക് റോപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഇവിടെ നിന്നൊക്കെ ഈ ഏരിയയിൽ കിടക്കുന്നത് മെയിനായിട്ട് ഇന്നലെ ഇവിടുന്ന് കിട്ടിയത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആണ് ഇവിടുന്ന് കിട്ടിയത്. ഇവിടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങള്, അവരെ പാത്രങ്ങള്, നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഫുൾ കുറ്റി, ഗ്യാസും കുറ്റിയാണ് ആ കിടക്കുന്നത്. പൊട്ടിക്കാത്ത ഒരുപാടെണ്ണം ഉണ്ട്. അത് ഇന്നലെ ഇവിടുന്ന് കിട്ടിയത് 2 അതാ കിടക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ഇത് തുടങ്ങാൻ പോവാണ്. എന്തായാലും അധികൃതർ ഭാഗത്തു നിന്നുള്ള ഞങ്ങൾക്ക് വേണ്ട ഇറ്റാച്ചിയും കാര്യങ്ങളൊക്കെ, ഇനി വേണ്ടത് ചെറിയ ഇറ്റാച്ചി അല്ല, വലിയ ഇറ്റാച്ചിയാണ്. കാരണം ഒരുപാട് ഭാരം ചെന്ന മരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് ഞങ്ങളെ മനുഷ്യന്മാരെ കൊണ്ട് പൊക്കാൻ പറ്റാത്തതാണ്. എന്തായാലും യന്ത്രസഹായത്താലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ 3 ഇറ്റാച്ചി വന്ന് കിടക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ വാഹനങ്ങൾ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ദൗത്യത്തിൽ ഏർപ്പെടുകയാണ്. ഈ ഭാഗം ഇങ്ങനെ തിരിഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഫുൾ ഫോഴ്സിൽ വന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ തിരിയുന്ന ഭാഗത്ത് അങ്ങനെ അടിഞ്ഞിരിക്കുകയാണ്. മരങ്ങൾ ഫുൾ അടിഞ്ഞിരിക്കുകയാണ്. വലിയ വലിയ പാറക്കെട്ടുകളൊക്കെ പല ഭാഗത്തായിട്ട് അടിഞ്ഞു. പക്ഷെ ബാക്കി വന്ന എല്ലാ മരവും നമ്മളവിടെ കണ്ടതിനേക്കാൾ എത്രയോ ഇരട്ടി മരങ്ങൾ ഇങ്ങോട്ട് അടിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിയിൽ പെട്ട് നിന്ന ആളുകളാണ്. ബാക്കി ആളുകൾ നേരെ നിലമ്പൂരും എത്തി. 52ഓളം ബോഡി നിലമ്പൂരെത്താൻ കാരണം അടി ഒഴുക്കാണ്, നല്ല ഒഴുക്കാണ്. ഇന്നലെ വൈകുന്നേരത്തൊക്കെ മഴ പെയ്തപ്പോൾ വീണ്ടും ശക്തമായ വെള്ളം മഴ വരുമ്പോൾ അതൊരു വെല്ലുവിളിയാവില്ല. ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും, കൂടുതൽ വെള്ളം ഇങ്ങനെ തിരിഞ്ഞു വരുന്നത് കൊണ്ട് ഒരു ഫോഴ്സിൽ കുറച്ച് കുറവുണ്ടാവും. എന്നാലും ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഈ പറഞ്ഞ പോലെ ചളിയാണ്, ഇറങ്ങും തോറും ചളിയാണ്.
നമുക്കിവിടെ നേരത്തെ വന്ന മണ്ണ് തന്നെ ഇപ്പോൾ നല്ല ചളിയാണുള്ളത്. ഈ കട്ടറും ഇതൊക്കെ മരങ്ങൾ മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഈ ചളിയൊക്കെ ഈ തരണം ചെയ്യാൻ എന്താ നമ്മൾ ഉപയോഗിക്കുക? മാറ്റിയിട്ട് അതേപോലെ ഈ മരങ്ങൾ ഇട്ടിട്ടുണ്ട് അതിലൂടെ നടന്ന് ചെയ്യുക എന്നുള്ള അതായത് ചളി എടുത്ത് നീക്കം ചെയ്യുമോ ഇവിടുന്ന്? ഹിറ്റാച്ച് വന്നു കഴിഞ്ഞാൽ കുറെ അങ്ങനെ നടക്കും. നമുക്കുള്ള വഴി റെഡിയാക്കി തരാൻ പറ്റും. അതുപോലെ തന്നെ വലിയ മരങ്ങൾ എടുത്ത് മാറ്റാൻ പറ്റും. നമുക്ക് ഈ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. എന്നാലും നമ്മൾ ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.